കാസർഗോഡ് ജില്ലയിലേക്ക് പോകണം. കാസർഗോഡും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ട, മൂന്നോളം സീറ്റുകളെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ട. ഏത് സാഹചര്യത്തിലും ഇടതുപക്ഷം ജയിക്കും എന്ന് കരുതുന്ന 3 സീറ്റുകളുണ്ട്. രണ്ടിടത്ത് നല്ല മത്സരം UDF ഉണ്ട്. കാസർഗോഡും ഒരു ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതിയൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു സാധ്യതകളിലേക്ക് അവർ ഉറച്ച കോട്ടകൾ പ്രതീക്ഷിക്കുന്ന, മത്സരം പ്രതീക്ഷിക്കുന്ന, ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ, അതായത് വളരെ കൃത്യമായി തന്നെ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ, ഏതു സാഹചര്യത്തിലും തൃക്കരിപ്പൂറും കാഞ്ഞങ്ങാടും ഉദുമയും, കാരണം അതിനുള്ള ഭൂരിപക്ഷം കൂടി കഴിഞ്ഞ തവണയുണ്ട്. 13,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷം CK കുഞ്ഞമ്പൂരിന് ഉദുമയിൽ കിട്ടിയിരുന്നു. കാഞ്ഞങ്ങാട് ചന്ദ്രശേഖറിന് 27,139 വോട്ടുകളുടെ ഭൂരിപക്ഷം. തൃക്കരിപ്പൂരിൽ M രാജഗോപാലൻ ജയിച്ചത് 26,137 വോട്ടുകൾക്കാണ്. അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂരും ഉദുമയും കാഞ്ഞങ്ങാടും ഏതു സാഹചര്യത്തിലും തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് LDF ഉറപ്പിക്കുന്നു. UDF ഉറപ്പിക്കുന്നതാകട്ടെ കാസർഗോഡും മഞ്ചേശ്വരവുമാണ്. കാസർഗോട്ടും മഞ്ചേശ്വരത്തും ഇത്തവണ കഴിഞ്ഞ തവണ UDFിനൊപ്പം നിന്ന മണ്ഡലങ്ങളാണ്. ഇത്തവണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും K സുരേന്ദ്രനോട് മത്സരിക്കുന്നു. BJPയും തങ്ങളുടെ കോട്ടയിൽ ഉറപ്പിക്കുന്ന മണ്ഡലത്തിൽ മഞ്ചേശ്വരം വരുന്നു എന്നുള്ളത് കാസർഗോട്ടെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒരു പ്രാധാന്യമാണ്. ഇതിൽ മാറ്റം വരാൻ സാധ്യതയില്ല. തൃക്കരിപ്പൂർ ഇത്തവണ സന്ദീപ് വാര്യർ ശക്തമായ മത്സരം കാഴ്ചവെച്ചു എങ്കിൽ പോലും അവിടെ VPP മുസ്തഫയെ മറികടക്കുവാൻ സന്ദീപ് വാര്യർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൃക്കരിപ്പൂർ LDFിനൊപ്പം തന്നെ നിൽക്കും. ഉദുമയും ആ രീതിയിൽ തന്നെയാണ്. ഉദുമയും LDFിനൊപ്പം തന്നെയായിരിക്കും. കാഞ്ഞങ്ങാടും LDFിനൊപ്പം തന്നെ നിൽക്കുവാൻ അതിൽ മാറ്റമുണ്ടാകാൻ വഴിയില്ല. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കാഞ്ഞങ്ങാട് നിൽക്കുന്നു. ഉദുമയിൽ CH കുഞ്ഞമ്പുവാണ് ഇത്തവണ LDF. ഇവർ രണ്ടുപേരും വിജയിക്കുവാൻ തന്നെയാണ്. അങ്ങനെ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ LDFിന്, UDFിന് കാസർഗോഡും മഞ്ചേശ്വരം. അത് മഞ്ചേശ്വരത്ത് AKM അഷ്റഫും K സുരേന്ദ്രനും തമ്മിലുള്ള മത്സരമാണ്. അവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വളരെ നേരിയ മാർജിനിലാണ് K സുരേന്ദ്രൻ തോറ്റത്. ഇത്തവണയും പക്ഷേ സാഹചര്യം കൂടുതൽ അനുകൂലം AKM അഷ്റഫിന് തന്നെയാണ്. ടൈറ്റ് ഫൈറ്റ് ആണ് എങ്കിൽ പോലും. കാസർഗോഡ് കലക്ടർ മായിൻ ഹാജി അല്ലേ, അദ്ദേഹത്തിന് തന്നെയാണ്. അവിടെ രണ്ടാമത് BJP ആണ് കാസർഗോഡ്. മഞ്ചേശ്വരം പോലെ തന്നെ കാസർഗോഡും പ്രതീക്ഷിക്കുന്നുണ്ട് BJP ഇത്തവണ. കഴിഞ്ഞ തവണ 50,000 വോട്ടുകൾ ശ്രീകാന്തിന് കിട്ടിയതാണ്. അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 58,000 വോട്ട് നേടിയതാണ് BJP കാസർഗോഡ്. ML അശ്വിനി ശക്തമായ പ്രവർത്തനം തന്നെയായിരുന്നു. കാസർഗോഡ് വിജയപ്രതീക്ഷ BJPക്കുണ്ട്. പക്ഷേ നിലവിൽ പറയുമ്പോൾ കാസർഗോഡും മഞ്ചേശ്വരവും UDF പക്ഷത്ത് ആയിരിക്കും. അവിടെ കാസർഗോട്ടും ഈ കോഴിക്കോട്ടെ, മലപ്പുറത്തെ കാര്യം പറഞ്ഞതുപോലെ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം, മുസ്ലിം വോട്ടുകളുടെ രേഖീകരണം ഒക്കെ വന്നാൽ ഏതെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? കിരണ, ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ന്യൂനപക്ഷ, പ്രത്യേകിച്ച് അവിടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകളുടെ ഏകീകരണം വരുമ്പോൾ അത് മഞ്ചേശ്വരത്തേക്കാൾ കൂടുതൽ BJPയെ സഹായിക്കുക കാസർഗോഡ് ആയിരിക്കുമല്ലോ. കാരണം 2 മുസ്ലിം കാൻഡിഡേറ്റ്സ് ആണ് നിൽക്കുന്നത്. ഷാനവാസ് പാടൂർ അവിടെ LDFിന്റെ കാൻഡിഡേറ്റായി വന്നതോടുകൂടി അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. മഞ്ചേശ്വരത്ത് പക്ഷേ അങ്ങനെയുള്ള ഒരു സ്പ്ലിറ്റിന് സാധ്യതയില്ല. അവിടെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം AKM അഷ്റഫിന് ഉണ്ടാകും. അവിടെ സുരേന്ദ്രൻ അപ്പോൾ സാധ്യത കുറയും. പക്ഷേ അശ്വിനിക്ക് അങ്ങനെയല്ല, കാസർഗോഡ് മറിച്ചാണ് വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട് കേട്ടോ. മഞ്ജുഷ, അവസാന സമയത്ത് അത്തരം ചില വിലയിരുത്തലുകൾ BJPയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതിന് ചില ലോജിക് ഉണ്ട് എന്നുള്ളതും കൂടി യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ കാസർഗോഡിനെ ആകെ ഒരു ചിത്രം നോക്കിയാൽ കാസർഗോഡ് എല്ലാ കാലത്തും 5-ൽ 3-2 എന്നുള്ളതാണ്. ഈ 3-2 എന്നുള്ളത് ഉദുമ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ മാറുന്നത്. അല്ലെങ്കിൽ മഞ്ചേശ്വരമോ കാഞ്ഞങ്ങാടോ തൃക്കരിപ്പൂരോ എല്ലാ കാലത്തും അത് ഇടതുമുന്നണിയുടെ കോട്ടയാണ്. ഇടതുമുന്നണി ഇത്തവണയും അത്തങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് മഞ്ചേശ്വരവും കാസർഗോഡും അത് UDFിന്റെ കോട്ടയാണ്. അവിടെ UDFിനും വിജയിക്കുന്ന കാര്യത്തിൽ അങ്ങനെ കാര്യമായ സംശയമൊന്നുമില്ല. ലീഗ് ഇത്തവണ BJP അവിടെ കടുത്ത പോരാട്ടം നടത്തുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസാന നിമിഷം വിജയിക്കാൻ. മറ്റു പല തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലൊക്കെ ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ, വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ വോട്ടർമാരുടെ എണ്ണം കൂടിയ ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം എന്ന് ആലോചിക്കണം. അതിനി എങ്ങനെയാണ് കൂടിയത് എന്നുള്ളതിൻ്റെ കണക്കുകളൊക്കെ ഇനി ഈ SIR സംബന്ധിച്ച് പലതരത്തിലുണ്ട്. പക്ഷേ സ്വാഭാവികമായും ലീഗ് കണക്ക് കൂട്ടുന്നത് അത് UDFിന്റെ വോട്ടിൽ തന്നെയാണ് ആ വർധന ഉണ്ടായത്. അതുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളി ഇല്ല എന്ന് പറയുന്നു. കാസർഗോഡിനെ സംബന്ധിച്ച് അവസാന നിമിഷത്തിൽ അങ്ങനെ ചില ഒരു വർഗീയ ധ്രുവീകരണം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലേക്കുള്ള ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുള്ളത് നമ്മുടെ കാസർഗോഡ് റിപ്പോർട്ടർ ബൈജു അടക്കമുള്ളവർ അത്തരം ഒരു സാധ്യതയെ അവർ തള്ളിക്കളയുകയാണെങ്കിൽ, ഇതൊരു സാധ്യത കാണുന്നു എന്നതിനപ്പുറത്തേക്ക് അതൊരു വിജയ സാധ്യതയിലേക്കൊന്നും എത്താൻ എന്തായാലും കാണുന്നില്ല. ഇത്തവണയും 3-2 തന്നെ നിൽക്കാനാണ് സാധ്യത. ഞാനും അതിനോട് യോജിക്കുകയാണ്. ഇത്തവണയും കഴിഞ്ഞ തവണത്തെ അതേ പൊസിഷൻ തന്നെയായിരിക്കും കാസർഗോഡ് എന്നാണ് എനിക്കും തോന്നുന്നത്. മഞ്ചേശ്വരത്ത് ഇത്തവണയും സുരേന്ദ്രൻ്റെ സാധ്യതകൾ വിദൂരമാണ്. കാരണം അവിടുത്തെ MLAയുടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് UDFിന് അവിടെ വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് കാസർഗോട്ടെ ഒരു സാഹചര്യം. ഏതായാലും നേരത്തെ നമ്മൾ കാർഡിൽ കാണിച്ചതുപോലെ
മഞ്ചേശ്വരത്ത് BJP ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. 747 വോട്ടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ അവിടെ പരാജയപ്പെടുന്നത്. അതിനു മുൻപ് 78 വോട്ടുകൾക്ക് പരാജയപ്പെട്ട സമയവുമുണ്ട്. ഏതായാലും തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും ഉദുമയും LDF ഉറപ്പിക്കുന്നു. UDF ഉറപ്പിക്കുന്നത് കാസർഗോഡും മഞ്ചേശ്വരവുമാണ്. ഒപ്പം BJP മഞ്ചേശ്വരത്ത് വലിയ പ്രതീക്ഷ അവർ കാണുകയും ചെയ്തു. നമ്മളിപ്പോൾ 14 മണ്ഡലങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു മഞ്ജുഷ. 14 ജില്ലകളും കവർ ചെയ്ത് കഴിഞ്ഞു. 140 മണ്ഡലങ്ങളും കഴിഞ്ഞു. അവിടെ UDFന് കൃത്യമായിട്ട് ഒരു എഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ UDFന് നില മെച്ചപ്പെടുത്തുകയും അല്ലെങ്കിൽ LDFനെ മറികടന്നുള്ള പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യാൻ കഴിയുന്ന ജില്ലകളുണ്ട് എന്നുള്ളതാണ്. അതിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.